നമസ്കാരം. ഓക്സിജൻ രൂപപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെയാണെന്ന ശാസ്ത്ര ബാലപാഠം പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ഏവർക്കും ഹൃദ്യസ്ഥമാണ്. എന്നാൽ 1700കളുടെ അവസാന കാലത്ത് രചിക്കപ്പെട്ട ആ ശാസ്ത്രപാഠം മാറ്റി എഴുതേണ്ടി വരുമെന്നതിന്റെ സൂചനകളാണ് ശാസ്ത്രലോകത്തെ പുതു കണ്ടുപിടുത്ത ഫലങ്ങൾ നൽകുന്നത്. സമുദ്രത്തിനടിയിൽ ദീർഘകാല രാസമാറ്റങ്ങളിലൂടെ രൂപം കൊണ്ടിരിക്കുന്ന മൊഡ്യൂളുകൾക്ക് പ്രകാശ സാന്നിധ്യമില്ലാതെ ജലതന്മാത്രകളെ വിഘടിപ്പിച്ച് ഓക്സിജൻ പുറത്തുവിടാനുള്ള കഴിവുണ്ടെന്ന ഒരു പുതു ഗവേഷണ ഫലം അത്തരത്തിൽ ഒന്നാണ്. സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തി സസ്യങ്ങൾ നടത്തുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെയല്ലാതെ ഓക്സിജൻ ചക്രം രൂപപ്പെടുത്താൻ കഴിയുന്ന പ്രകൃതിയാലുള്ള മറ്റു മാർഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഈ ഗവേഷണ ഫലം നൽകുന്ന സൂചന. ഇത്തരത്തിൽ ആഴക്കടലിനുള്ളിൽ പ്രകാശ സാന്നിധ്യമില്ലാതെ രൂപപ്പെടുന്ന ഓക്സിജനെ ഡാർക്ക് ഓക്സിജൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സ്കോട്ടിഷ് അസോസിയേഷൻ ഫോർ മറൈൻ സയൻസിലെ സമുദ്രശാസ്ത്രജ്ഞനായ പ്രൊഫസർ ആൻഡ്രൂ സ്വീറ്റ്മാന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് പസഫിക് സമുദ്രത്തിലെ ആഴക്കടലിൽ സമുദ്ര ഉപരിതലത്തിൽ നിന്നും ഏകദേശം 13,000 അടി താഴെ നടത്തിയ പര്യവേക്ഷണത്തിൽ നിന്നും പ്രകാശ സാന്നിധ്യമില്ലാത്ത സമുദ്ര അടിത്തട്ടിൽ ഓക്സിജൻ ഉൽപാദനം സംഭവിക്കുന്നുണ്ടെന്നതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 3 വർഷത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഈ ഗവേഷക സംഘം ഇത്തരമൊരു പഠനഫലവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ ക്ലാരിയോൺ ക്ലിറ്റർട്ടൺ സോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആഴക്കടൽ മേഖലയിലാണ് ഡാർക്ക് ഓക്സിജൻ സാന്നിധ്യം കണ്ടെത്തിയ പര്യവേക്ഷണം നടന്നത്. ഈ പ്രദേശത്തെ സമുദ്രാന്തർഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫെറോ മാംഗനീസ് നോഡ്യൂളുകൾ വൈദ്യുത വിശ്ലേഷണത്തിന് കാരണമാകുന്നുണ്ടെന്നതിനൊപ്പം ഓക്സിജനും ഹൈഡ്രജനും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത ചാർജുകൾ ഇത്തരം നോഡ്യൂളുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. ഇത്തരത്തിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മാത്രമല്ല ശുദ്ധജല സാമ്പിളുകളിലും ഓക്സിജൻ സാന്നിധ്യമുണ്ടെന്ന ഏറെ കൗതുകകരമായ മറ്റൊരു ഗവേഷണ ഫലവും ഇതിനിടെ പുറത്തുവന്നിട്ടുണ്ട്. 2023 എമിൽ റഫ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് അത്തരമൊരു പഠനഫലത്തിൽ എത്തിച്ചേർന്നത്. കാനഡയിലെ ആൽബർട്ട പ്രദേശത്ത് ഭൗമ ഉപരിതലത്തിൽ നിന്നും വളരെയധികം ആഴത്തിലുള്ള ഭൂഗർഭ ജലസാമ്പിളുകളിൽ നിന്നുമാണ് അദ്ദേഹം ഓക്സിജൻ ഉൽപാദനം കണ്ടെത്തിയത്. ഭൂഗർഭ ജലത്തിലെ ചില സൂക്ഷ്മജീവികൾക്കാണ് ഡാർക്ക് ഓക്സിജൻ പ്രക്രിയയിലൂടെ ഓക്സിജൻ ഉൽപാദനം സാധ്യമാക്കാനാകുന്നതെന്ന് ഈ ഗവേഷക സംഘം തിരിച്ചറിഞ്ഞു. ഈ പ്രത്യേക ബാക്ടീരിയകൾ ഭൂഗർഭ ജലത്തിലെ ലയനാവസ്ഥയിലുള്ള ചില സംയുക്തങ്ങളെ വിഘടിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നം എന്ന നിലയിലാണ് ഓക്സിജൻ പുറത്തുവരുന്നത്. വിവിധ ശാസ്ത്രശാഖകൾക്ക് കൂടുതൽ ഗവേഷണ സാധ്യതകൾ തുറന്നിടുന്ന പഠനഫലമാണ് എമിൽ റഫും സംഘവും ഈ കണ്ടെത്തലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രകാശമില്ലാത്ത ഇടങ്ങളിൽ ഡാർക്ക് ഓക്സിജൻ ഉൽപാദനം സാധ്യമാകുന്നുവെന്ന കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി നാസ ഭൂമിക്കപ്പുറമുള്ള ഗ്രഹങ്ങളിൽ സമാന രീതിയിലുള്ള പഠനങ്ങൾ നടത്താനായി പദ്ധതിയിടുന്നുണ്ട്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ, ശനിയുടെ ഉപഗ്രഹമായ എൻസെലാഡസ് തുടങ്ങിയ ഇരുണ്ട സമുദ്ര ലോകങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തരം പഠനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത്. മറ്റ് ഗ്രഹങ്ങളിലെ ജീവസാന്നിധ്യം തേടിയുള്ള ഗവേഷണങ്ങൾക്ക് ഡാർക്ക് ഓക്സിജൻ ഉൽപാദനം സംബന്ധിച്ച പഠനഫലങ്ങൾ ഏറെ ഉപകാരപ്രദമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. എന്നിരുന്നാലും പ്രകാശ സാന്നിധ്യത്താലാണ് ഓക്സിജൻ രൂപാന്തരപ്പെടുന്നതെന്ന ശാസ്ത്രവിശ്വാസത്തിന് ഡാർക്ക് ഓക്സിജൻ കണ്ടുപിടുത്തം തിരുത്തലായി തീരുമോ എന്നറിയാൻ ഇനിയുള്ള തുടർ പരീക്ഷണ നിരീക്ഷണ ഫലങ്ങൾക്കായി കാത്തിരിക്കാം. വാർത്തയുടെ നിറം തേടി തനിനിറം.